ആലത്തൂർ എം പി കെ രാധാകൃഷ്ണന്റെ ബന്ധു ആശുപത്രി ജീവനക്കാരെ മർദ്ദിച്ച സംഭവത്തിൽ മർദ്ദനം സ്ഥിരീകരിക്കുന്ന ശബ്ദരേഖ പുറത്ത്. 2 ആശുപത്രി ജീവനക്കാരെ മർദ്ദിച്ചുവെന്ന ചേലക്കര താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് സുനിൽകുമാറിന്റെ ശബ്ദരേഖയാണ് പുറത്തു വന്നത്. ഔദ്യോഗികമായി പരാതി നൽകുന്ന കാര്യവും ശബ്ദരേഖയിൽ വ്യക്തമാണ്. ചേലക്കര പോലീസിന് നൽകിയ പരാതി പിന്നീട് ഉന്നത ഇടപെടലിലൂടെ പിൻവലിച്ചുവെന്നാണ് ആരോപണം. വിവരങ്ങളുമായി സാനു കെ സജീവാണ് ചേരുന്നത്. സാനു, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ സെക്യൂരിറ്റി ജീവനക്കാരനും വനിതാ അറ്റൻഡർക്കുമാണ് കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, മർദ്ദനമേറ്റത്. അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ വാഹനം പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, അതായത് മണിക്കൂറുകളായിട്ട് ആ വാഹനം അവിടെ കടക്കുകയായിരുന്നു. അത് മാറ്റിയിടാൻ വേണ്ടി സെക്യൂരിറ്റി ജീവനക്കാരൻ ചെന്ന് പറയുകയും അത് മാറ്റിയിടാൻ തയ്യാറാവാതെ വന്നതോടുകൂടിയാണ് ഒരു വാക്കുതർക്കം ഉണ്ടാവുകയും ചെയ്തത്. അതായത് കെ രാധാകൃഷ്ണൻ എം പിയുടെ സഹോദരി ഭർത്താവിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ ഒരു അക്രമം അവിടെ നടത്തിയിരുന്നത്. ഈ 2 പേർക്ക്, അതായത് താലൂക്ക് ആശുപത്രിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനും വനിതാ അറ്റൻഡർക്കും ഈ ഒരു മർദ്ദനത്തിൽ ഗുരുതരമായിട്ട് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. അതേ ആശുപത്രിയിൽ തന്നെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും ഇവർ പരാതി നൽകിയിരുന്നു, ആദ്യഘട്ടത്തിൽ പരാതി നൽകിയിരുന്നു എന്ന് സ്ഥിരീകരിക്കുന്നതിന്റെ ശബ്ദരേഖയാണ് അല്പം മുമ്പ് പുറത്തു വന്നിട്ടുള്ളത്. ഔദ്യോഗികമായി പരാതി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത് പരിഹരിക്കാൻ വേണ്ട ശ്രമങ്ങളും നടക്കുന്നു എന്ന തരത്തിലുള്ള ശബ്ദരേഖയാണ് പുറത്തു വന്നിട്ടുള്ളത്. അതായത് ഈ പരാതി നൽകുന്നു, അതിനുശേഷം അത് പിൻവലിക്കാനായിട്ട് CPM-ന്റെ ഉന്നത തലത്തിൽ നിന്ന് ഇടപെടലുണ്ടായി എന്ന് സ്ഥിരീകരിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതായത് സംഭവം ഇന്നലെ നടക്കുന്നു. ഇതിൽ പോലീസിൽ പരാതി നൽകിയിട്ടൊന്നും വിളിച്ചന്വേഷിക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പോലീസ് ഇതിൽ പരാതി പരിഹരിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ ഇതിൽ ഇടപെടുന്നതിന് പകരം, ഈ പരാതി പിൻവലിക്കാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു, ഈ ആശുപത്രി ജീവനക്കാർക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ നമ്മൾ ഈ മർദ്ദനമേറ്റ് കിടക്കുന്നവരെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർ സംസാരിക്കാനും ഇതുവരെ തയ്യാറായിട്ടില്ല. ഗൗതം, ഇപ്പോൾ ഈ ശബ്ദരേഖ കൃത്യമായി നമുക്ക് പരിശോധിക്കാം. അതിലേക്ക് ഇന്ന് നമ്മുടെ ആശുപത്രിയിൽ ഒരു അനിഷ്ട സംഭവം ഉണ്ടായി. നമ്മുടെ ആശുപത്രിയിലെ കാഷ്വാലിറ്റിയുടെ മുമ്പിൽ മാർഗതടസ്സമായി കിടന്നിരുന്ന ഒരു ഓട്ടോറിക്ഷ നമ്മുടെ സെക്യൂരിറ്റി ജീവനക്കാരൻ മാറ്റിയിടാൻ പറയുകയും അതിനെ തുടർന്ന് അവിടെ ഒരു വാക്കുതർക്കം ഉണ്ടാകുകയും അത് തുടർന്ന് സെക്യൂരിറ്റി ജീവനക്കാരനെ കയ്യേറ്റം ചെയ്യുന്ന രീതിയിൽ ആ സംഭവം വളരുകയും ചെയ്തു. തുടർന്ന് സെക്യൂരിറ്റി ജീവനക്കാരനെ മാറ്റാൻ ചെന്ന ഗ്രേഡ് 2 അറ്റൻഡർ, വനിത കൂടിയായിട്ടുള്ള ഗ്രേഡ് 2 അറ്റൻഡർക്ക് ആക്രമണത്തിലെ ഭാഗമായിട്ട് പരിക്കേൽക്കുകയുണ്ടായി. ഇതിൽ പുറമേ നിന്നും വന്ന ഒരു ഓട്ടോറിക്ഷക്കാരനും ഭാഗവാക്കുകളുണ്ടായി. അതിനെ തുടർന്ന് ഈ അനിഷ്ട സംഭവങ്ങളിൽ അന്വേഷിക്കണമെന്നും വേണ്ടുന്ന നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ചേലക്കര സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് ആശുപത്രിയിൽ നിന്നും പരാതി നൽകിയിട്ടുണ്ട്.